പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. ദ്വാരപാലക ശില്പ കേസിലെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയത്. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതിന് പിന്നാലെയാണ് KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. കട്ടളപ്പാളി കേസിൽ ബൈജുവിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ഇപ്പോൾ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പ കേസിലെ ജാമ്യ ഹർജിയിലാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായ ശേഷം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു 90 ദിവസം പൂർത്തിയായതിന് പിന്നാലെയാണ് KS ബൈജുവിന് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നത്. കട്ടളപ്പാളി കേസിൽ നേരത്തെയും ബൈജുവിന് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ദ്വാരപാലക കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ ബൈജുവിന് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ദ്വാരപാലക ശില്പ കേസിലും ഇപ്പോൾ ഈ ഒരു ജാമ്യ ഹർജിയിലും കൊല്ലം വിജിലൻസ് കോടതി ബൈജുവിന് ജാമ്യം നൽകിയിരിക്കുന്നു. ഇനി ജയിലിന് പുറത്തേക്ക് KS ബൈജുവിന് കടക്കാൻ സാധിക്കും. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് വീണ്ടും ഒരു സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത്. KS ബൈജുവിനാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ദ്വാരപാലക ശില്പ കേസിലാണ് ഇപ്പോൾ KS ബൈജുവിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ബൈജുവിന് ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം നൽകിയിരിക്കുന്നത്. അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായതിനു ശേഷമാണ് KS ബൈജുവിന് ഈ ഒരു സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 90 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം നൽകിയിരിക്കുന്നത്. കട്ടളപ്പാളി കേസിൽ നേരത്തെ തന്നെ ബൈജുവിന് ജാമ്യം ലഭിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ദ്വാരപാലക കേസിലും ബൈജുവിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇനി ബൈജുവിന് ജയിലിന് പുറത്തേക്ക് കടക്കാൻ സാധിക്കും. മുൻ തിരുവാഭരണം കമ്മീഷണറാണ് KS ബൈജു. എന്തായാലും ബൈജുവിന് ഇപ്പോൾ 2 കേസിലും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും സ്വാഭാവിക ജാമ്യമാണ് കോടതി നൽകിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.